ഹലോ സ്റ്റുഡൻസ്, നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ സെറ്റ്സ് ആൻഡ് സെറ്റ്സ് ഓപ്പറേഷന്റെ സ്റ്റാർട്ടിങ്ങിൽ കുറെ കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തല്ലേ. എന്താ സെറ്റ് എന്ന്, സെറ്റിന്റെ ഡെഫിനിഷൻ, സെറ്റിന്റെ ഒരു എക്സാമ്പിൾസ് നമ്മൾ കുറെ പഠിച്ചു. പിന്നെ നമ്മൾ സബ്സെറ്റ്, സൂപ്പർ സെറ്റ്, പവർ സെറ്റ്, പ്രോപ്പർ സെറ്റ്, ഇൻക്ലൂഡ് സെറ്റ്, നൾ സെറ്റ്, അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചല്ലേ. ഇന്നത്തെ ഈ ഒരു ക്ലാസ് നമ്മൾ പഠിക്കാൻ പോകുന്നത് മെയിൻ ആയിട്ട് ഓപ്പറേഷൻ ഓൺ സെറ്റ്സ് ആണ്. സെറ്റ്സിനകത്തുള്ള ഡിഫറെന്റ് ഓപ്പറേഷൻസ് ആണ്. അതായത് യൂണിയൻ നമ്മൾ പഠിക്കും, ഇന്റർസെക്ഷൻ പഠിക്കും, ഡിഫറൻസ് പഠിക്കും. പിന്നെ നമുക്ക് സെറ്റ്സിനെ എങ്ങനെ ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യാം. ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യുന്നത് നമ്മൾ വെൻ ഡയഗ്രം ഉപയോഗിച്ചാണ്. അത് നമ്മൾ പഠിക്കും. പിന്നെ നമ്മൾ കുറച്ച് പ്രോപ്പർട്ടീസ് ഓഫ് സെറ്റ്സ് ഉണ്ട്, പിന്നെ സെറ്റിന്റെ പാർട്ടീഷൻ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, ഇപ്പൊ നമുക്ക് ആദ്യം തന്നെ യൂണിയൻ ഓഫ് സെറ്റ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇപ്പൊ യൂണിയൻ ഓഫ് സെറ്റ്സ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ. ആ വേർഡിനകത്ത് തന്നെ അതിന്റെ മീനിങ് നമുക്ക് മനസ്സിലാക്കും. ഇപ്പം രണ്ട് സെറ്റ്സ് ഉണ്ടാകുന്ന വിചാരിക്കുക. യൂണിയൻ എന്ന് പറയുന്നത് അവിടെ ഒരു ഒത്തൊരുമ അല്ലെങ്കിൽ നമ്മൾ ഒന്നിച്ചു കൊണ്ടുവരികയാണ്. ഇപ്പൊ രണ്ട് സെറ്റ് ഉണ്ടെങ്കിൽ ആ രണ്ട് സെറ്റ്സിലെയും എലമെന്റ്സിനെ ഒന്നിച്ചു കൊണ്ടുവരുന്നതിനെയാണ് നമ്മൾ യൂണിയൻ ഓഫ് സെറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ അതിനെ റെപ്രസെന്റ് ചെയ്യുന്ന സിമ്പിൾ നമ്മൾ സാധാരണ നമ്മൾ യു എഴുത്തില്ലേ, ആ യു വെച്ചിട്ട് തന്നെ നമ്മൾ റെപ്രസെന്റ് ചെയ്യാം. അപ്പം എക്സിന്റെയും വൈയുടെയും ഇപ്പൊ എക്സ് ഒരു സെറ്റ് ആണ്, വൈ ഒരു സെറ്റ് ആണ്. എക്സിന്റെയും വൈയുടെ യൂണിയൻ എടുക്കാൻ പറഞ്ഞാൽ നമ്മൾ എക്സ് യൂണിയൻ വൈ എന്നാണ് നമ്മൾ എഴുതുക. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഈ സെന്റൻസിനകത്ത് പറയുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം. ഇനി നമുക്ക് ഫോർമുലയുണ്ട്. അതായത് യൂണിയൻ കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ഒരു ഫോർമുലയുണ്ട്. അപ്പം നമ്പർ ഓഫ് എത്ര എലമെന്റ്സ് ഉണ്ട് അത് കണ്ടുപിടിക്കാനായിട്ട്. അപ്പൊ നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ എ യൂണിയൻ ബി ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ എ പ്ലസ് നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ ബി മൈനസ് നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ എ ഇന്റർസെക്ഷൻ ബി. ഇപ്പൊ ഇവിടെ നമുക്ക് നോക്കുമ്പോൾ ഈ ഒരു സംഭവം നിങ്ങൾ ആദ്യം കാണുമായിരിക്കും അല്ലെ. അതായത് ഒരു ഇൻവേർട്ടഡ് യു അല്ലെങ്കിൽ യു തിരിച്ചിട്ടേക്കുക. ഇതിനെ നമ്മൾ ഇന്റർസെക്ഷൻ എന്നാണ് വരയ്ക്കുക. ഇതിന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത സൈഡിൽ പഠിക്കും കേട്ടോ. ഇതിന്റെ അർത്ഥം എന്ന് പറഞ്ഞത് വേറെ ഒന്നുമല്ല, എ ഇന്റർസെക്ഷൻ ബി എന്ന് ഉദ്ദേശിക്കുന്നത് എയിലെയും ബിയിലെയും കോമൺ ആയിട്ടുള്ള എലമെന്റ്സ്. അപ്പൊ നമുക്ക് ഇപ്പൊ എ യൂണിയൻ ബി കണ്ടുപിടിക്കുമ്പോൾ എയിലെയും ബിയിലെയും കോമൺ ആയിട്ടുള്ള എലമെന്റ്സിനെ ഒരു പ്രാവശ്യം റെപ്രസെന്റ് ചെയ്താൽ മതി. ഇപ്പൊ ഒരു എലമെന്റ് ഇപ്പൊ ഈ ഒരു എക്സാമ്പിൾ നോക്കിക്കേ. ഇവിടെ എ ഈസ് ഈക്വൽ ടു 135, ബി ഈസ് ഈക്വൽ ടു 124. ഈ 1 എന്ന് പറയുന്ന എലമെന്റ് എയിലും ഉണ്ട് ബിയിലും ഉണ്ട്. അപ്പൊ നമ്മൾ എ യൂണിയൻ ബി എടുക്കുമ്പം ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇപ്പൊ എ യൂണിയൻ ബി എടുക്കുമ്പം നമ്മൾ ആദ്യം എയിലെ എലമെന്റ്സ് എഴുതി 135, പിന്നെ നമ്മൾ ബിയിലെ എലമെന്റ്സ് എഴുതുമ്പോൾ വീണ്ടും നമ്മൾ ഈ 124 എന്ന് വണ്ണിനെ നമ്മൾ 2 പ്രാവശ്യം എഴുതേണ്ട ആവശ്യമില്ല. അത് ഒരു പ്രാവശ്യം എഴുതിയാൽ മതി. ഇപ്പൊ നമ്മൾ ആദ്യം തന്നെ നമ്മളിപ്പോ എ യൂണിയൻ ബി എഴുതുമ്പോൾ ആദ്യം തന്നെ നമ്മൾ 1 എഴുതിയെന്ന് വിചാരിക്കുക. പിന്നെ നമ്മൾ വീണ്ടും നമ്മൾ 1 ഒന്നുകൂടെ എഴുതേണ്ട ആവശ്യമില്ല. അതിനെ ഒരു പ്രാവശ്യം മാത്രം നമ്മൾ സെറ്റിനകത്ത് കാണിച്ചാൽ മതി. അപ്പൊ 135 കഴിഞ്ഞിട്ട് പിന്നെ 24 എന്നും കൂടെ എഴുതിയാൽ മതി. വീണ്ടും നമ്മൾ ആ 1നെ എഴുതേണ്ട ആവശ്യമില്ല. അപ്പോ അതിന്റെ ഒരു പ്രാവശ്യം മാത്രം അതിനെ നമ്മൾ സെറ്റിനകത്ത് എഴുതിയാൽ മതി. പിന്നെ നമുക്കിപ്പോ 13524 എന്ന് എഴുതിയാലും കുഴപ്പമില്ല. അതായത് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെയും എഴുതാം. കറക്റ്റ് ഓർഡർ തന്നെ എഴുതാം. 1 2 3 4 5 ഇങ്ങനെ എഴുതാം. സെറ്റിനകത്ത് നമുക്ക് ഓർഡറിന് പ്രശ്നമില്ല. നമുക്ക് എങ്ങനെ വേണേലും ഒരു സെറ്റിനെ നമുക്ക് എഴുതാവുന്നതാണ്. അപ്പൊ ഇത്ര ഓർത്താൽ മതി. എ യൂണിയൻ ബി കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എയിലെയും ബിയിലെയും എലമെന്റ്സിനെ ഒന്നിച്ചു കൊണ്ടുവന്ന് എഴുതുക. ഇപ്പം എക്കകത്ത് ഉള്ള എലമെന്റ് തന്നെ ബിക്കകത്ത് ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ ഒരു പ്രാവശ്യം മാത്രം എ യൂണിയൻ ബിക്കകത്ത് എഴുതിയാൽ മതി. 2 പ്രാവശ്യം എഴുതേണ്ട കാര്യമില്ല. ആണ് ശ്രദ്ധിക്കേണ്ടത്. ഇനി നമുക്ക് എങ്ങനെ എ യൂണിയൻ ബിനെ ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യാമെന്ന് നോക്കാം. ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ് നമ്മൾ പഠിക്കാൻ പോകും. ഇതിനെ പറഞ്ഞ പേരാണ്, ഇങ്ങനെ നമ്മൾ സർക്കിളിനകത്ത് ഒരു റെക്ടാംഗിൾ ഷേപ്പിനകത്ത് സർക്കിളിനകത്ത് നമ്മൾ റെപ്രസെന്റ് ചെയ്തതിനെ നമ്മൾ വെൻ ഡയഗ്രാം എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, വെൻ ഡയഗ്രാം. അപ്പം ഇതാണ് യൂണിവേഴ്സൽ സെറ്റ്. ഈ ഒരു റെക്ടാംഗിൾ സ്പേസ് മൊത്തമാണ് യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറഞ്ഞത്. എന്താണ് യൂണിവേഴ്സൽ സെറ്റ്? നമ്മൾ കഴിഞ്ഞ ക്ലാസ് പഠിച്ചല്ലേ. എയിലെയും ബിയിലെയും ഉള്ള എലമെന്റ്സ് യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടാവും. ഇനി എയിലും ബിയിലും അല്ലാത്തതായ വേറെ എലമെന്റ്സ് ഇതിനകത്ത് വരും, യൂണിവേഴ്സൽ സെറ്റിനകത്ത് വരും. അപ്പൊ അത് ഒരു വലിയൊരു സെറ്റാണ്. ഓക്കെ, അതിനകത്താണ് എയും ബിയും വരുന്നത്. ഇപ്പൊ ഈ ഒരു എക്സാമ്പിൾ എടുക്കുകയെന്ന് വിചാരിക്കുക. ഇതിൽ എക്കകത്തും ബിക്കകത്തും കോമൺ ആയിട്ടുള്ള ആളാരാ? 1 ആണ്. കോമൺ ആയിട്ടുള്ള ആളെ നമ്മൾ സെന്ററിലുള്ള ഈ ഒരു പോർഷനിലാണ് നമ്മൾ കൊടുക്കുക. കാരണം അത് എക്കകത്തും ഉണ്ട്, അതായത് ഇത് എക്കകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്, ബിക്കകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്. ആ രീതിക്ക് വേണം നമ്മൾ കോമൺ ആയിട്ടുള്ള എലിമെന്റ്സിനെ എഴുതാനായിട്ട്. പിന്നെ എക്കകത്തും ബിക്കകത്തും കോമൺ അല്ലാത്ത എലിമെന്റ്സ് ഏതാ? എക്കകത്ത് ബിക്കകത്ത് ഇല്ലാത്ത എലിമെന്റ്സ് ആണ് 3ഉം 5. അതിനെ നമുക്ക് ഇങ്ങനെ എഴുതി കൊടുക്കാം. ആൻഡ് ബിക്കകത്ത് 2ഉം 4ഉം. മനസ്സിലായില്ലേ? ഈ എൻറ്റയർ സർക്കിൾ, ഈ റെഡ് കളറിലുള്ള എൻറ്റയർ ഏരിയ ആണ് എ യൂണിയൻ ബി എന്ന് പറയുന്നത്. അതായത് ഈ ഒരു ഏരിയ മൊത്തം, ഈ ചുമല കളറിലുള്ള ഏരിയ മൊത്തത്തിനെ നമുക്ക് എ യൂണിയൻ ബി എന്ന് വിളിക്കാം. ഈ കോമൺ ആയിട്ടുള്ള ഈ ഒരു ഏരിയനെ നമുക്ക് എ യൂണിയൻ ബി അല്ല, ഈ ഒരു ഏരിയനെ നമുക്ക് എ ഇന്റർസെക്ഷൻ ബി എന്നും വിളിക്കാം. ഓക്കെ, അതായത് ഈ ഒരു ഏരിയനെ നമുക്ക്
എ ഇന്റർസെക്ഷൻ ബി എന്നും ഈ റെഡ് കളറുള്ള ഫുൾ ഏരിയനെ നമുക്ക് എന്താന്ന് വിളിക്കാം, എ യൂണിയൻ ബി എന്നും വിളിക്കാം. ഓക്കെ, ഇനി നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്ന ഇന്റർസെക്ഷൻ ഓഫ് സെറ്റ്സ്. നമ്മൾ ഓൾറെഡി കഴിഞ്ഞ സ്ലൈഡിനകത്ത് പറഞ്ഞല്ലേ എന്താ ഇന്റർസെക്ഷൻ എന്ന് പറയുന്നത്, എയിലും ബിയും. ഇപ്പം എയും ബിയും തന്നെ ആവണമെന്നില്ല, എക്സ് ആകാം വൈ ആകാം, ഏത് സെറ്റ് ആയിക്കോട്ടെ, രണ്ട് സെറ്റിലുള്ള കോമൺ ആയിട്ടുള്ള എലമെന്റ്സിനെയാണ് നമ്മൾ അതിനെയാണ് നമ്മൾ ഇന്റർസെക്ഷൻ എന്നുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഇപ്പൊ ഇവിടെ ഒരു എക്സാമ്പിൾ എടുത്ത് നോക്കിയേ, എ ഈസ് ഈക്വൽ ടു 1 2 3, ബി ഈസ് ഈക്വൽ ടു 3 4 5. അങ്ങനെയാണെങ്കിൽ 3 എയിലും ഉണ്ട് ബിയിലും ഉണ്ട് അല്ലെ, വേറൊരു എലമെന്റ്സ് റിപ്പീറ്റഡ് ആയിട്ട് എയിലും ബിയിലും വരുന്നില്ല. അപ്പൊ എ ഇന്റർസെക്ഷൻ ബി എന്തായിരിക്കും, 3 ആയിരിക്കും. അപ്പൊ ഇവിടെ നമ്മൾ നോക്കിയേ, ഇവിടെ നമ്മൾ എങ്ങനെയാണ് വെൻ ഡയഗ്രം വെച്ച് നമ്മൾ റെപ്രസെന്റ് ചെയ്യാൻ നമുക്ക് നോക്കാം. ഇവിടെ എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് ഈ ഒരു ഏരിയ ആണ്. ഇതാണ് യൂണിവേഴ്സ് സെറ്റ്. ഇതാണ് എ എന്ന് പറയുന്ന സെറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. അതിനകത്ത് നമുക്ക് 2 ഉണ്ട് 1 ഉണ്ട്. ബിക്കകത്ത് നമുക്ക് ഏതൊക്കെയുണ്ട്, 4 ഉണ്ട് 5 ഉണ്ട്. 3 രണ്ടിനും കോമൺ ആയിട്ടുള്ള ഏരിയ ആണ്. ഓക്കെ, അപ്പൊ അത്രയും കാര്യം നമ്മൾ മനസ്സിലാക്കി വെക്കണ്ടേ. എല്ലാത്തിനും നമ്മൾ കോൺസെപ്റ്റ് മനസ്സിലാക്കി വെക്കുക. സെന്റൻസ് നമുക്ക് സ്വന്തമായിട്ട് സ്വന്തം വേർഡ്സ് തന്നെ നമുക്ക് എഴുതാവുന്നേ ഉള്ളൂ അല്ലെ. നമുക്കിനി അടുത്ത സ്ലൈഡിലോട്ട് പോകാം. ഡിസ്ജോയിന്റ് സെറ്റ്. രണ്ട് സെറ്റുകൾ ഡിസ്ജോയിന്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വേർഡ് തന്നെ ഉണ്ട്, ഡിസ്ജോയിന്റ്, ഒരു ഒത്തൊരുമ ഇല്ലായ്മ, അല്ലെങ്കിൽ ജോയിൻ ചെയ്യാതെ വിട്ടു നിൽക്കുകയാണ് അല്ലെ. അപ്പൊ എന്താ, ആ രണ്ട് സെറ്റിൽ കോമൺ ആയിട്ടുള്ള എലമെന്റ്സ് ഇല്ല, അതുകൊണ്ടാണ് നമ്മൾ അതിനെ ഡിസ്ജോയിന്റ് എന്ന് പറയുന്നത്. ഇവിടെ നോക്കിയാൽ എ ഉണ്ട് ബി ഉണ്ട്, എയിലും ബിയിലും ഏതെങ്കിലും എലമെന്റ്സ് കോമൺ കാണാൻ സാധിക്കുന്നുണ്ടോ, ഇല്ല. എ ആയിട്ട് മാറി നിൽക്കുന്നു, ബി ആയിട്ട് തന്നെ മാറി നിൽക്കുന്നു. അവിടെ കോമൺ എലമെന്റ്സ് ഉണ്ടായിരുന്നെങ്കിൽ എങ്ങനെ വന്നേനെ, കോമൺ എലമെന്റ്സ് ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു സർക്കിള് മറ്റൊരു സർക്കിളിനെ ഓവർലാപ്പ് ചെയ്ത് ഇങ്ങനെ വന്നേനെ അല്ലെ. ഇവിടെ കോമൺ എലമെന്റ്സ് ഇല്ലാത്തതുകൊണ്ട് രണ്ട് സർക്കിൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ നിൽക്കുകയാണ് അല്ലെ. അപ്പൊ അത് ഡിസ്ജോയിന്റ് സെറ്റ് ആണ്. ഇനി ഡിസ്റ്റർബൻസ് സെറ്റ് അല്ലെങ്കിൽ എന്ത് വരും, അവിടെ ഏതെങ്കിലും ഒരു എലമെന്റ് എങ്കിലും കോമൺ ആയിട്ട് വരും. അത് ആ സെന്ററിലുള്ള ആ ഒരു ഏരിയയിലായി നമ്മൾ അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് അടുത്ത കാര്യം പഠിക്കാം, സെറ്റ് ഡിഫറൻസ്. സെറ്റ് ഡിഫറൻസ് നമ്മൾ സാധാരണ നമ്മൾ നമ്പേഴ്സ് തമ്മിൽ കുറയ്ക്കുകയും കൂട്ടുകയൊക്കെ ചെയ്യത്തില്ല, നമ്മൾ സബ്സ്ട്രാക്ട് ചെയ്യും എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് നമ്മൾ സെറ്റ് ഡിഫറൻസ് എടുക്കുന്നത്. ഇതിന് നമുക്ക് രണ്ട് സെറ്റെങ്കിലും വേണം. ഇവിടെ നമുക്ക് ഇപ്പൊ എ എന്നൊരു സെറ്റ് ഉണ്ട്, 1 2 3 4. ബി ഉണ്ട് 3 4 5 6. ഇവിടെ നമ്മൾ എക്ക് അകത്തു നിന്നാണ് ബിനെ കുറയ്ക്കുന്നത് അല്ലെ, എക്ക് അകത്ത് നിന്ന് ബിനെ കുറയ്ക്കുകയാണ്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എക്കകത്ത് ബിയിലുള്ള ഏതെങ്കിലും എലമെന്റ് വരുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്യുക, അതിനെ നമ്മൾ ഉൾപ്പെടുത്തരുത്. ബാക്കിയുള്ള എലമെന്റ്സ് ആണ് എ മൈനസ് ബിക്കകത്ത് വരിക. അപ്പൊ ഇവിടെ നോക്കിയേ, എക്കകത്ത് ബിയിലുള്ള രണ്ട് എലമെന്റ്സ് ഉണ്ട്, 3ഉം 4. അവരെ വെട്ടി മാറ്റാം, കാരണം വേണ്ട, ബിക്കകത്തുള്ള നമുക്ക് വേണ്ട, നമുക്ക് എക്ക് തന്നെ ഉള്ള എലമെന്റ്സ് മാത്രം മതി, അല്ലെങ്കിൽ ബിക്ക് ഇല്ലാതെ എക്ക് തന്നെ യൂണീക്ക് ആയിട്ടുള്ള എലമെന്റ്സ് മാത്രം മതി. അപ്പൊ അതിനെയാണ് നമ്മൾ എ മൈനസ് ബി എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് എന്ത് കിട്ടും, സെറ്റ് 1. അപ്പൊ ഇത്ര ഓർത്താൽ നിങ്ങൾക്ക് ഇതിങ്ങനെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം തന്നെ എ എഴുതുക, ദെൻ ബി എഴുതുക. എന്നിട്ട് നമ്മൾ നോക്കണം ബിയിലുള്ള ഏതെങ്കിലും എലമെന്റ് എക്കകത്ത് ഉണ്ടോ എന്ന് നോക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ ആ രണ്ട് എലമെന്റ്സിനെ കട്ട് ചെയ്ത് കളയുക. കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ബാക്കി എത്ര എലമെന്റ്സ് ഉണ്ടോ അതാണ് എ മൈനസ് ബി. ഇനി വെൻ ഡയഗ്രം വെച്ച് നിങ്ങളോട് റെപ്രസെന്റ് ചെയ്യാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ എങ്ങനെ അതിനെ കാണിക്കുക. അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞാല് എയിലും ബിയിലും കോമൺ ആയിട്ടുള്ള എലമെന്റ്സ് സെന്ററിലല്ലേ വരിക, 3ഉം 4. എക്കകത്ത് ബാക്കിയുള്ള എലമെന്റ്സ് ആയ 1ഉം 2ഉം ഇവിടെ വരും. ബിക്കകത്തുള്ള 3 ഇവിടെ വരില്ല, 5ഉം 7ഉം ഇവിടെ വരും. അപ്പൊ ഇതിൽ ഈ 1 2 ഉള്ള ഈ ഒരു ഏരിയ ആണ് എ മൈനസ് ബി എന്ന് പറയുന്നത്. ബാക്കിയുള്ള റെക്ടാംഗിൾ സ്പേസ് ആണ് എന്തെന്ന് പറയുന്നത്, യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുന്നത്. സ്മോൾ ലെറ്റർ യു അല്ല, ക്യാപിറ്റൽ ലെറ്റർ യു വെച്ചിട്ടാണ് നമ്മൾ യൂണിവേഴ്സൽ സെറ്റിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. ഓക്കെ, ഇനി നമ്മൾ അടുത്ത കോൺസെപ്റ്റ് ആയിട്ട് പഠിക്കുന്നതാണ് കോംപ്ലിമെന്റ് ഓഫ് സെറ്റ്സ്. കോംപ്ലിമെന്റ് ഓഫ് സെറ്റ്, അതായത് നമ്മൾ അതിനെ ഡിനോട്ട് ചെയ്യുന്നത് ഏത് എ മുകളിൽ ഒരു വര ഇട്ടിട്ട് അങ്ങനെയോ ഒരു ഹൈഫൻ പോലെ ഇടുന്നു, അല്ലെങ്കിൽ നമ്മൾ എ മുകളിൽ സി. നമ്മൾ വായിക്കുക എ കോംപ്ലിമെന്റ് എന്നാണ് കേട്ടോ. എ കോംപ്ലിമെന്റ് നമ്മളിത് വായിക്കുക. ഒന്ന് നമ്മൾ എ എഴുതിയിട്ട് അതിന്റെ മുകളിൽ ചെറിയൊരു വര പോലെ എഴുതുക, അല്ലെങ്കിൽ എയുടെ മുകളിൽ സി പോലെ ഇട്ടാലും മതി. ഓക്കെ, 1 അല്ല കേട്ടോ, ഇത് 1 അല്ല. എയുടെ മുകളിൽ ജസ്റ്റ് നമ്മളൊരു വരയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇങ്ങനെയാ വരുന്നത് എയുടെ മുകളിൽ, അല്ലെങ്കിൽ നമുക്ക് എയുടെ മുകളിൽ ഇങ്ങനൊരു സി എന്ന് എഴുതിയാൽ മതി. അതാണ് നമ്മൾ എ കോംപ്ലിമെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഡെഫിനിഷൻ എന്താ, സെറ്റ് ഓഫ് ഓൾ ദ എലമെന്റ്സ് ഇൻ ദ ഗീവൺ യൂണിവേഴ്സൽ സെറ്റ് യു ദാറ്റ് ആർ നോട്ട് പ്രസന്റ് ഇൻ സെറ്റ് എ. നമ്മൾ നേരത്തെ എ മൈനസ് ബി ചെയ്തപ്പോ എന്താ ചെയ്തേ, എയിലുള്ള എലമെന്റ്, അതായത് എയിലുള്ള എലമെന്റ് ഏതെങ്കിലും ബിക്കകത്ത് വന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എക്കും ബിക്കും കോമൺ ആയിട്ട് ഏതെങ്കിലും എലമെന്റ് ഉണ്ടെങ്കിൽ അതിനെ വെട്ടി മാറ്റിയിട്ട് ബാക്കിയുള്ള എലമെന്റ്സ് ആണ് നമ്മൾ എ മൈനസ് ബിക്കകത്ത് എഴുതിയത് അല്ലേ. ഇവിടെ നമുക്ക് കുറച്ച് വ്യത്യാസമുണ്ട്. എ കോംപ്ലിമെന്റ് എടുക്കുമ്പോൾ ഇപ്പൊ എയിൽ ഇപ്പൊ നമുക്കൊരു യൂണിവേഴ്സൽ സെറ്റ് നമുക്ക് എന്തായാലും വേണം. കോംപ്ലിമെന്റ് എടുക്കുമ്പോൾ നമുക്ക് അവിടെ ഒരു യൂണിവേഴ്സൽ സെറ്റ് മസ്റ്റ് ആയിട്ട് ഉണ്ടാവണം.
ഇവിടെ നമുക്ക് നോക്കിയേ യൂണിവേഴ്സിറ്റിന്റെ നമുക്ക് ഇതിനകത്തുള്ള എലിമെന്റ്സ് എന്ന് പറയുന്നത് 1, 2, 3, 4, 5, 6, 7, 8, 9 ആണ്. ആൻഡ് എക്കകത്തുള്ളത് 1, 2, 3, 4 ആണ്. അപ്പം എ കോംപ്ലിമെന്റ് എങ്ങനെയാ എടുക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ എക്കകത്തുള്ള 1, 2, 3, 4 യുവിനകത്ത് എന്തായാലും ഉണ്ടാവും അല്ലെ. അപ്പൊ 1, 2, 3, 4 യുവിനകത്ത് നിന്ന് വെട്ടി മാറ്റുക. ബാക്കിയുള്ള എലമെന്റ്സ് 5, 6, 7, 8, 9 അതാണ് എ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ നിങ്ങൾക്ക് കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഇതിനെ എങ്ങനെയാണ് വെൻ ഡയഗ്രം വെച്ച് റെപ്രസെന്റ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പൊ നമുക്കിവിടെ എ ഉണ്ട്, ബി ഉണ്ട്, യു ഉണ്ട്. അപ്പൊ എ കോംപ്ലിമെന്റ് എന്ന് പറയുമ്പോൾ എന്താ, എയിലെ എലമെന്റ്സും വരാൻ പാടില്ല. എക്കും ബിക്കും ബി എന്ന് പറഞ്ഞ വേറെ സെറ്റ് ഉണ്ടെന്ന് വിചാരിക്കാം. എക്കും ബിക്കും കോമൺ ആയിട്ട് ഉള്ള ഏതെങ്കിലും എലമെന്റ്സ് ഉണ്ടെങ്കിൽ അതും എ കോംപ്ലിമെന്റിനകത്ത് വരാൻ പാടില്ല. മനസ്സിലായില്ലേ? എയിലെ എലമെന്റ്സേ വരാൻ പാടില്ല എ കോംപ്ലിമെന്റിനകത്ത്. മനസ്സിലായില്ലേ? ബാക്കിയുള്ള എലമെന്റ്സ് ആണ് എ കോംപ്ലിമെന്റിനകത്ത് വരിക. ബി കോംപ്ലിമെന്റ് അതുപോലെ തന്നെ. അപ്പൊ ബി കോംപ്ലിമെന്റ് ആണെങ്കിൽ എന്താണ്, ബിയിലെ എലമെന്റ്സ് ഒന്നും വരാൻ പാടില്ല. ബിക്കും എക്കും കോമൺ ആയിട്ടുള്ള എലമെന്റ്സും വരാൻ പാടില്ല. ബാക്കിയുള്ള എൻറ്റയർ ഏരിയ, ഈ ഷെയ്ഡ് ഇരിക്കുന്ന ബാക്കിയുള്ള എൻറ്റയർ ഏരിയ എന്താ വരിക, നമുക്ക് ബി കോംപ്ലിമെന്റ് ആയിട്ടാണ് കിട്ടുക. നിങ്ങൾക്ക് കോംപ്ലിമെന്റ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് നെക്സ്റ്റ് പ്രോപ്പർട്ടീസ് ഓഫ് സെറ്റ്സ് പഠിക്കാം. നമുക്ക് മെയിൻ ആയിട്ട് 7 പ്രോപ്പർട്ടീസ് ആണ് ഉള്ളത്. ഫസ്റ്റ് പ്രോപ്പർട്ടിയാണ് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി. കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ ഒന്നുമില്ല, അതായത് ഇപ്പം എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു ബി യൂണിയൻ എ. അതായത് ഇപ്പൊ നമുക്ക് എ എന്നുള്ള ഒരു സെറ്റ് നമ്മൾ 1, 2 എടുത്തു വിചാരിക്കാം. ബി ഈസ് ഈക്വൽ ടു 3, 4. എ യൂണിയൻ ബി നമുക്ക് എന്ത് കിട്ടും? എ യൂണിയൻ ബി എന്ന് പറയുന്നത് 1, 2, 3, 4. ഇനി ബി യൂണിയൻ എ എടുത്താൽ നമുക്ക് എന്ത് തന്നെ കിട്ടുക? ബി യൂണിയൻ എ എടുത്താൽ നമുക്ക് ഈ എ യൂണിയൻ ബി തന്നെ അല്ലേ കിട്ടുക. ഇനി നമുക്ക് ഇനിയിപ്പോ നമ്മൾ 3ഉം 4ഉം ആദ്യം എഴുതിയാലും അതിന്റെ എഫക്ട് സെയിം തന്നെ അല്ലേ, കാരണം സെറ്റിനകത്ത് ഓർഡറിന് പ്രാധാന്യമില്ല. അത് രണ്ട് ഈക്വൽ സെറ്റ്സ് തന്നെയാണ്. അപ്പൊ എ യൂണിയൻ ബി എന്ന് പറയുന്നതും ബി യൂണിയൻ എ എന്ന് പറയുന്നതും എന്താണ്, ഈക്വൽ ആണെന്ന് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലായില്ലേ. അപ്പൊ അതാണ് എന്തെന്ന് പറയുന്നത്, കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഇനി നമുക്കിവിടെ തന്നെ അതൊരു കേസാണ്, കമ്മ്യൂണിറ്റി പ്രോപ്പർട്ടിയുടെ യൂണിയന്റെ കേസാണ് നമ്മൾ പഠിച്ചത്. ഇനി നമുക്ക് അതിനകത്ത് തന്നെ ഇന്റർസെക്ഷന്റെ കേസ് എങ്ങനെയാന്ന് നമുക്ക് നോക്കാം. എ ഇന്റർസെക്ഷൻ ബി ഈസ് ഈക്വൽ ടു ബി ഇന്റർസെക്ഷൻ എ. അതായത് ഇത് വളരെ സിമ്പിൾ ആണ്, നിങ്ങൾ ജസ്റ്റ് ചിന്തിച്ചാൽ മതി. എയും ബിയും രണ്ട് സെറ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. എക്കകത്തും ബിക്കകത്തും ഉള്ള കോമൺ എലമെന്റ് തന്നെയല്ലേ ബിയിലും എക്കകത്തും ഉണ്ടാകുക. അതായത് ഇപ്പൊ എക്കകത്ത് നമുക്ക് 1, 2, 3 ഉണ്ടെന്ന് വിചാരിക്കാം. ബിക്കകത്ത് നമുക്ക് 1, 5, 6 ഉണ്ടെന്ന് വിചാരിക്കുക. ഇതിൽ എക്കും ബിക്കും കോമൺ ആയിട്ടുള്ള എലമെന്റ് ഏതാ? 1 അല്ലേ. ഇപ്പൊ എക്കും ബിക്കും കോമൺ ആയിട്ടുള്ള എലമെന്റ് 1 ആണ്. ഇനി നമ്മൾ ബിക്കും എക്കും കോമൺ ആയിട്ടുള്ള എലമെന്റ് എടുത്താൽ നമുക്ക് എന്ത് തന്നെ കിട്ടുള്ളൂ? 1 തന്നെ കിട്ടുള്ളൂ. അല്ലാതെ അതിനകത്ത് മാറ്റം ഒന്നും തന്നെ ഇല്ല. അത് എങ്ങനെ എഴുതിയാലും നമുക്ക് കോമൺ ആയിട്ടുള്ള എലമെന്റ്സ് എടുത്താലും യൂണിയൻ ആയിട്ടുള്ള എലമെന്റ്സ് എടുത്താലും നമുക്ക് സെയിം ആയിട്ട് തന്നെയാണ് കിട്ടുക. ഇനി നമുക്ക് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി നോക്കാം. അസോസിയേറ്റീവ് പ്രോപ്പർട്ടി നോക്കുമ്പോൾ നമുക്ക് 3 സെറ്റ്സ് നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. അതായത് എ ഇന്റർസെക്ഷൻ ബി ബ്രാക്കറ്റില് ഇന്റർസെക്ഷൻ സി ഈസ് ഈക്വൽ ടു എ ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ സി അല്ലേ. നമുക്കൊരു എക്സാമ്പിൾ എടുത്ത് നോക്കാം. ഇപ്പം എ ഈസ് ഈക്വൽ ടു നമ്മൾ എടുക്കുകയാണ് 1, 2. ബി ഈസ് ഈക്വൽ ടു 1, 3. സി ഈസ് ഈക്വൽ ടു നമ്മൾ എടുക്കുന്നത് 1, 2, 3 ആന്ന് വിചാരിക്കുക. എ ഇന്റർസെക്ഷൻ ബി നമുക്ക് എക്കും ബിക്കും കോമൺ ആയിട്ടുള്ള എലമെന്റ് ഏതാ? 1 അല്ലേ. ഇപ്പൊ എ ഇന്റർസെക്ഷൻ ബി നമുക്ക് 1 കിട്ടി അല്ലേ. ഇനി ആ കിട്ടി എ ഇന്റർസെക്ഷൻ ബി നമുക്ക് 1 കിട്ടി. എ ഇന്റർസെക്ഷൻ ബിക്കും സിക്കും കോമൺ ആയിട്ടുള്ള എലമെന്റ് ഏതാ? അതും 1 തന്നെയാ അല്ലെ. അപ്പൊ എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് 1 ആണ്. അതിനും സിക്കും കോമൺ ആയിട്ടുള്ള എലമെന്റ് എന്താണ്? 1 തന്നെയാണ്. ഇനി നമ്മൾ എ ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ സി കണ്ടുപിടിക്കാൻ പോകുക. ബി ഇന്റർസെക്ഷൻ സി നമുക്ക് എന്താ കിട്ടുക? ബിക്കും സിക്കും കോമൺ ആയിട്ടുള്ള എലമെന്റ്സ് എന്താ? 1ഉം 3ഉം അല്ലേ. ബിക്കും സിക്കും കോമൺ ആയിട്ടുള്ള എലമെന്റ് എന്ന് പറയുന്നത് സെറ്റ് 1, സെറ്റ് 3. എ എന്ന് പറയുന്നത് എന്താണ്? 1ഉം 2ഉം ആണ് അല്ലേ. അപ്പം ഇതിനും കോമൺ ആയിട്ടുള്ള എലമെന്റ് ഏതാ? 1 അല്ലേ. അപ്പം എ ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ സി നമുക്ക് എന്താ കിട്ടുക? സെറ്റ് 1 തന്നെ. അതായത് എ എന്ന് പറയുന്ന സെറ്റ് 1, 2 ആണ്. ബി ഇന്റർസെക്ഷൻ സി ചെയ്തപ്പോൾ നമുക്ക് 1ഉം 3ഉം കിട്ടി.
ഈ രണ്ട് സെറ്റിനും കോമൺ ആയിട്ടുള്ള എലമെന്റ് എന്താണ്? 1 ആണ്. അപ്പം നമുക്ക് എ ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ സി ചെയ്തപ്പം 1 കിട്ടി. അതുപോലെ തന്നെ എ ഇന്റർസെക്ഷൻ ബ്രാക്കറ്റിൽ ബി ഇന്റർസെക്ഷൻ ചെയ്തപ്പോഴും എന്ത് കിട്ടി? 1 കിട്ടി. നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും ഈക്വൽ ആണെന്ന് തന്നെ കിട്ടി അല്ലെ. അപ്പൊ നമ്മൾ അസോസിയേറ്റീവ് പ്രോപ്പർട്ടിയും നമ്മൾ പ്രൂവ് ചെയ്ത് വെച്ചല്ലേ. ഇനി നമുക്ക് അസോസിയേറ്റീവ് പ്രോപ്പർട്ടിക്ക് താഴെ ഒരു കാര്യം കൂടെ പഠിക്കാനുണ്ട് അല്ലെ. എ യൂണിയൻ ബി ബ്രാക്കറ്റിൽ അത് എ യൂണിയൻ ബി ബ്രാക്കറ്റിൽ യൂണിയൻ സി ഇസ് ഈക്വൽ ടു എ യൂണിയൻ ബി യൂണിയൻ സി. ഇത് നമുക്ക് പ്രൂവ് ചെയ്ത് നോക്കാം. നമുക്കൊരു സെറ്റ് എടുക്കാം. എ ഈസ് ഈക്വൽ ടു 1 3 4, ബി ഈസ് ഈക്വൽ ടു 2 5 6, സി ഈസ് ഈക്വൽ ടു 8 9. അങ്ങനെയാണെങ്കിൽ എ യൂണിയൻ ബി നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ടത് എന്താണ്? എ യൂണിയൻ ബി ആണ് അല്ലെ. എ യൂണിയൻ ബി നമുക്ക് എന്ത് കിട്ടും? 1 2 3 4 5 6 കിട്ടും അല്ലെ. ആ 6 എലമെന്റ്സും വരും. 1 2 3 4 5 6 കിട്ടി. എ യൂണിയൻ ബി അല്ലെ. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? എ യൂണിയൻ ബി കണ്ടുപിടിച്ചിട്ട് അത് യൂണിയൻ സി കണ്ടുപിടിക്കണം അല്ലെ. അപ്പൊ എ യൂണിയൻ ബി നമുക്ക് ഓൾറെഡി കിട്ടി. അത് യൂണിയൻ സി. അപ്പൊ നമ്മൾ 8നെയും 9നെയും കൂടെ ഇൻക്ലൂഡ് ചെയ്താൽ മതിയല്ലോ. അപ്പൊ എ യൂണിയൻ ബി യൂണിയൻ സി എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? 1 2 3 4 5 6 എന്ന് പറയുന്നത് ഓൾറെഡി എ യൂണിയൻ ബി ആണ്. അതിന്റെ കൂടെ നമ്മൾ സിയും കൂടെ ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ 8 9. ഇതാണ് എ യൂണിയൻ ബി യൂണിയൻ സി എന്ന് പറയുന്നത്. ഓക്കെ. ഇനി നമുക്കിപ്പം ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള എ യൂണിയൻ ബി യൂണിയൻ സിയുടെ ആൻസർ കിട്ടി. നമുക്കിത് റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള എ യൂണിയൻ ബി യൂണിയൻ സി ചെയ്യുമ്പോൾ കിട്ടുന്നത് സെയിം ആണോ നോക്കാം അല്ലെ. അപ്പൊ ഇത് റൈറ്റ് ഹാൻഡ് സൈഡ് പ്രൂവ് ചെയ്യാനായിട്ട് നമുക്ക് ആദ്യം തന്നെ കണ്ടുപിടിക്കേണ്ടത് എന്താ? ബി യൂണിയൻ സി വേണം നമുക്ക് ആദ്യം കണ്ടുപിടിക്കാൻ അല്ലെ. അപ്പൊ ഈ സെറ്റ് തന്നെയാണ് നമുക്കിവിടെ ബി യൂണിയൻ സി എന്ന് പറയുമ്പോൾ എത്ര എലമെന്റ്സ് വരും? ബിയിലുള്ള 2 5 6ഉം പിന്നെ സിയിലുള്ള 8 9. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കണ്ടേ? എ യൂണിയൻ ബി യൂണിയൻ സി അല്ലെ. അപ്പൊ അതെന്ന് പറയുമ്പോൾ ഇതിനകത്ത് എന്തും കൂടെ വരണം, പ്ലസ് എന്തും കൂടെ വരണം, എയിലെ എലമെന്റ്സും കൂടെ വരണം അല്ലെ. അപ്പൊ നമുക്ക് അതിനെ എയിലെ എലമെന്റ്സും കൂടെ ചേർത്തിട്ട് നമുക്ക് അതിനെ എഴുതാം. ഇതിങ്ങനെ എഴുതണ്ട, ഞാൻ കാണിച്ചു തരാം. എയുടെ എലമെന്റ്സ് എന്ന് പറയുമ്പോൾ എന്താ വരിക? 1 3 4. പിന്നെ ബി യൂണിയൻ സി നമുക്ക് എന്താ കിട്ടിയേ? 2 5 6 8 9. ഇതാണ് എന്തെന്ന് പറയുന്നത്? എ യൂണിയൻ ബി യൂണിയൻ സി എന്ന് പറയുന്നത്. ഈ 1 3 4 2 5 6 8 9 തന്നെയല്ലേ 1 2 3 4 5 6 7 8 9. നമുക്ക് ഇതിനെ വേണമെങ്കിൽ കറക്റ്റ് ഓർഡറിലായിട്ട് 1 2 3 4 5 6 1 2 3 6 7 ഇല്ല, 1 2 3 4 3 4 5 6 8 9 എന്ന് വേണമെങ്കിൽ എഴുതാം അല്ലെ. നമുക്കത് രണ്ടും സെയിം ആണെന്ന് തന്നെ കിട്ടും. അതായത് എ യൂണിയൻ ബി യൂണിയൻ സി എന്ന് പറഞ്ഞതും എ യൂണിയൻ ബി യൂണിയൻ സി എന്ന് പറഞ്ഞതും ഈക്വൽ ആണ് കിട്ടും. ഇപ്പൊ ഞാൻ ഇവിടെ ഓരോ എക്സാമ്പിൾസ് കാണിക്കുന്നുണ്ട് അല്ലെ. നിങ്ങളുടെ നോട്ട്ബുക്കിൽ ഈ എക്സാമ്പിൾ അല്ലാതെ വേറെ എക്സാമ്പിൾസ് വെച്ചിട്ട് ഈ ഓരോ പ്രോപ്പർട്ടിയും നിങ്ങളുടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും, അതായത് ഈ രണ്ട് സൈഡും നിങ്ങളെ തന്നെ പ്രൂവ് ചെയ്ത് നിങ്ങൾ പഠിക്കണം. മനസ്സിലായില്ല? അതായത് ഈ സൈഡ് നമ്മൾ ചെയ്യുന്നത് തന്നെയാണ് അപ്പുറത്തെ സൈഡിലും ചെയ്യുന്നത് കിട്ടുക എന്നുള്ളത് നിങ്ങൾ ചെയ്ത് തന്നെ പഠിക്കണം കേട്ടോ. ഇനി നമുക്ക് അടുത്തതാണ് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി. ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി നമുക്ക് നോക്കാം. ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടിക്ക് എന്താ പഠിക്കുന്നത്? ഇവിടെ യൂണിയനും ഇന്റർസെക്ഷനും വരുന്നുണ്ട് അല്ലെ. എ യൂണിയൻ ബി ഇന്റർസെക്ഷൻ സി ഈസ് ഈക്വൽ ടു എ യൂണിയൻ ബി ഇന്റർസെക്ഷൻ എ യൂണിയൻ സി. അതാണ് പറഞ്ഞിട്ടുണ്ട്. നമുക്കൊരു സിമ്പിൾ എക്സാമ്പിൾ എടുത്ത് നോക്കാം. എ എന്ന് പറയുന്നത് സെറ്റ് 1 2 ആണെന്ന് വിചാരിക്കുക. ബി എന്ന് പറയുന്നത് സെറ്റ് 1 2 3 ആണെന്ന് വിചാരിക്കുക. സി എന്ന് പറയുന്നത് 3 4 5 ആണെന്ന് വിചാരിക്കുക. ആദ്യം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? ബി ഇന്റർസെക്ഷൻ സി ആണ് അല്ലെ. എ യൂണിയൻ ബി ഇന്റർസെക്ഷൻ സി. നമുക്കിവിടെ ഒരു ബി ഇന്റർസെക്ഷൻ സി നമുക്ക് ആദ്യം കണ്ടുപിടിച്ച് നോക്കാം. ബിയിലും സിയിലും കോമൺ ആയിട്ടുള്ള എലമെന്റ്സ് ബി ഇന്റർസെക്ഷൻ സി ഏതാ വരുന്നത്? 3 അല്ലേ. 3 എന്ന എലമെന്റ് ആണ് ബിക്കും സിക്കും കോമൺ ആയിട്ടുള്ളത്. ഇനി എ യൂണിയൻ എന്താണ്? ബി ഇന്റർസെക്ഷൻ സി എന്ന് പറയുമ്പോൾ ബി ഇന്റർസെക്ഷൻ സിയിൽ നമുക്ക് എന്താ കിട്ടിയത്? 3 ആണ്. ഇനി എ യൂണിയൻ എന്ന് പറയുമ്പോൾ എയും ഇതും കൂടെ ഒന്നിച്ചെഴുതുക അല്ലെ. നമുക്ക് എന്ത് കിട്ടും? 1 2 3 എന്ന് കിട്ടി. എനെ എഴുതി ബി ഇന്റർസെക്ഷൻ സിനെ ഒന്നിച്ച് യൂണിയൻ ആക്കി എഴുതി. ഇപ്പൊ നമുക്ക് 1 2 3 എന്ന് കിട്ടി.
ഇനി ഇത് തന്നെയാണോ നമ്മൾ എ യൂണിയൻ ബി ഇന്റർസെക്ഷൻ എ യൂണിയൻ സി ചെയ്യുമ്പോൾ കിട്ടുന്നതെന്ന് നോക്കാം. എ യൂണിയൻ ബി ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? എയും ബിയുടെ യൂണിയൻ 1 2 3 അല്ലേ? റിപ്പീറ്റഡ് ആയിട്ടുള്ള എലമെന്റ് നമ്മൾ വീണ്ടും വീണ്ടും എഴുതേണ്ട കാര്യമില്ല. ഇനി നമ്മൾ എഴുതാൻ പോകുന്നത് എ യൂണിയൻ സി, എയുടെ സിയുടെ യൂണിയൻ എഴുതാൻ പോവുക. എന്ത് കിട്ടും? 1, അതായത് എയിലും ബിയിലും ഉള്ള എയിലും സിയിലും ഉള്ള എല്ലാ എലമെന്റ്സിനെ ഒന്നിച്ച് എഴുതാൻ പോവുക. 1 2 3 4 5 അല്ലേ? ഇനി നമുക്ക് എന്താ കാണേണ്ടത്? ഇതിന് രണ്ടിനും കോമൺ ആയിട്ടുള്ള എലമെന്റ്സ് എ യൂണിയൻ ബി ഇന്റർസെക്ഷൻ എ യൂണിയൻ സി. ഇതിൽ രണ്ടിലും കോമൺ ആയിട്ടുള്ള എലമെന്റ്സ് ഏതാ? 1 2 3 1 2 3 അല്ലേ? അപ്പം എ യൂണിയൻ ബി ഇന്റർസെക്ഷൻ എ യൂണിയൻ സി എന്ന് പറയുന്നത് എന്താ നമുക്ക് കിട്ടുക? സെറ്റ് 1 2 3 ആണ്. അപ്പൊ നമുക്ക് നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നമുക്ക് എന്ത് കിട്ടിയായിരുന്നു? എ യൂണിയൻ ബി ഇന്റർസെക്ഷൻ സി എന്ന് പറയുന്നതും 1 2 3 ആണ് കിട്ടിയത്. എ യൂണിയൻ ബി ഇന്റർസെക്ഷൻ എ യൂണിയൻ സി കിട്ടിയപ്പോഴും നമുക്ക് എന്ത് കിട്ടി? 1 2 3 ആണെന്ന് മനസ്സിലായല്ലേ? ഇതൊക്കെ നിങ്ങളും എക്സാമ്പിൾ വെച്ചിട്ട് തന്നെ ചെയ്യേണ്ടതാണ് കേട്ടോ. ഇനി നമുക്ക് അടുത്ത കേസ് എടുത്ത് നോക്കാം. ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടിക്കകത്ത് ഒരെണ്ണം കൂടെ ഉണ്ട്. എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ സി ഈസ് ഈക്വൽ ടു എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ എ ഇന്റർസെക്ഷൻ സി. നമുക്കത് നോക്കാം എന്താണ്. ഇതും എല്ലാം ചെയ്യേണ്ട ആവശ്യമില്ല, പിന്നെ നിങ്ങൾക്കൊന്നും ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി ഞാൻ ചെയ്ത് കാണിക്കുന്നതേ ഉള്ളൂ കേട്ടോ. ഇപ്പം എ ഈസ് ഈക്വൽ ടു 6 8 എടുത്തു, ബി ഈസ് ഈക്വൽ ടു 6 9 എടുത്തു, സി ഈസ് ഈക്വൽ ടു 6 10 എടുത്തു എന്ന് വിചാരിക്കും. ഇതിനകത്ത് നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ സി അല്ലെ? എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ സി ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ബി യൂണിയൻ സി കണ്ടുപിടിക്കാം. എന്ത് കിട്ടി? 6 9 10 അല്ലെ? ബിയിലും സിയിലും ഉള്ള എല്ലാ എലമെന്റ്സും. ഇനി എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ സി. ബി യൂണിയൻ സിയിൽ നമുക്ക് കിട്ടിയത് 6 9 10 ആണ്. എയിലുള്ളത് 6 8. ഇതിൽ രണ്ടിലും കോമൺ ആയിട്ടുള്ള എലമെന്റ് ഏതാണ്? 6 മാത്രമല്ലേ ഉള്ളൂ. അപ്പൊ നമ്മൾ ആ 6 ആണ് നമുക്ക് അതിന്റെ ആൻസർ ആയിട്ട് കിട്ടി. അപ്പൊ നമുക്ക് LHS കിട്ടി 6 ഉണ്ട്. ഇനി നമുക്ക് RHS 6 തന്നെയാണ് കിട്ടുന്നത് നമുക്ക് നോക്കാം. ഈ LHS എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ആണ്. ഈ ഒരു സൈഡ് നമുക്ക് 6 ആണ് കിട്ടി. നമുക്ക് ഈ സൈഡ് നോക്കാം. ആ സൈഡ് എന്താ ഉള്ളത്? എ ഇന്റർസെക്ഷൻ ബി നമുക്ക് ആദ്യം കണ്ടുപിടിക്കണം. എ ഇന്റർസെക്ഷൻ ബി. ബി രണ്ട് സെറ്റ് എയും ബിക്കകത്തും എ ഇന്റർസെക്ഷൻ ബി നമുക്ക് എന്താ കിട്ടുക? എക്കും ബിയും കോമൺ ആയിട്ടുള്ള ഏതാ? 6. എ ഇന്റർസെക്ഷൻ സി നമുക്ക് എന്താ കിട്ടുക? എക്കും സിക്കും കോമൺ ആയിട്ടുള്ള എലമെന്റ് എന്താ കിട്ടുക? 6 തന്നെ. ഇനി നമുക്ക് ഈ എ ഇന്റർസെക്ഷൻ സി യൂണിയൻ എ ഇന്റർസെക്ഷൻ ബി, അതായത് എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ എ ഇന്റർസെക്ഷൻ ചില നമുക്ക് എന്ത് തന്നെ കിട്ടതിൽ ആകെ 6 മാത്രമേ ഉള്ളൂ അല്ലെ? അപ്പൊ 6 തന്നെയാണ് നമുക്ക് വരിക. അപ്പം ലെഫ്റ്റ് ഹാൻഡ് സൈഡ് നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡും 6 തന്നെ കിട്ടി, റൈറ്റ് ഹാൻഡ് സൈഡും നമുക്ക് 6 തന്നെ കിട്ടി. അപ്പൊ നമ്മൾ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി നമ്മൾ പ്രൂവ് ചെയ്തു അല്ലെ? ഇനി നമുക്ക് ഉള്ള പ്രോപ്പർട്ടി എന്ന് പറയുന്നത് കോംപ്ലിമെന്റ് പ്രോപ്പർട്ടിയാണ്. ഓക്കെ, കോംപ്ലിമെന്റ് പ്രോപ്പർട്ടി നമുക്ക് നോക്കാം. ഇവിടെ ഉദ്ദേശിക്കുന്നത് കോംപ്ലിമെന്റ് പ്രോപ്പർട്ടിക്ക് മുന്നേ നമുക്ക് ഐഡന്റിറ്റി പ്രോപ്പർട്ടി ഉണ്ട്. അതായത് എ യൂണിയൻ നൾ സെറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് തന്നെ കിട്ടുക? എ തന്നെയല്ലേ കിട്ടുക? അതായത് നമുക്കിപ്പോ എ എന്ന് പറഞ്ഞ ഒരു സെറ്റ് നമുക്ക് ഇപ്പം 2 4 6 8 ആണെന്ന് വിചാരിക്കുക. അതും നൾ സെറ്റ് എന്ന് പറഞ്ഞാൽ ഒരു എലമെന്റും ഇല്ല അല്ലെ? നൾ സെറ്റിനകത്ത് 0 എലമെന്റ്സ്. അപ്പം അത് തമ്മിലുള്ള യൂണിയൻ ഇട്ട് നമുക്ക് എന്താ കിട്ടുക? എ തന്നെയല്ലേ കിട്ടുള്ളൂ. അപ്പൊ അത് അവിടെ ഉദ്ദേശിക്കുന്നത് ഐഡന്റിറ്റി പ്രോപ്പർട്ടിക്കകത്ത്. അതുപോലെ ഇപ്പം നമ്മൾ എ ഇന്റർസെക്ഷൻ യു, എക്കും യുവിനും കോമൺ ആയിട്ടുള്ള എലമെന്റ്സ് എന്തായിരിക്കും? എ തന്നെ ആയിരിക്കും. കാരണം യൂണിവേഴ്സ് സെറ്റിനകത്ത് എക്കകത്ത എലമെന്റ്സും ഉണ്ട്, എക്കകത്ത് അല്ലാത്ത വേറെ കുറെ എലമെന്റ്സും ഉണ്ട്. അപ്പം യൂണിവേഴ്സ് സെറ്റും എക്കകത്തും കോമൺ ആയിട്ടുള്ള എലമെന്റ് എന്തായിരിക്കും? എ തന്നെ ആയിരിക്കും. ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. എ ഈസ് ഈക്വൽ ടു 4 6 8 ആണെന്ന് വിചാരിക്കാം. യു എന്ന് പറയുന്നത് 2 4 6 8 10 ആണെന്ന് വിചാരിക്കുക. അപ്പം എ ഇന്റർസെക്ഷൻ യു എന്ന് പറയുന്നത് എക്കും യുവിനും കോമൺ ആയിട്ടുള്ള എലമെന്റ്സ് എന്തായിരിക്കും? ഈ 4 6 8 തന്നെയല്ലേ വരിക? 4 6 8, അതായത് എ തന്നെയാണ് വരിക. മനസ്സിലായില്ലേ? ഇനി നമുക്ക് അടുത്ത പഠിക്കാനുള്ളതാണ് കോംപ്ലിമെന്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. കോംപ്ലിമെന്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഇപ്പൊ നമ്മള് എ യൂണിയൻ എ കോംപ്ലിമെന്റ്, എ യൂണിയൻ എ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് യു തന്നെ ആയിരിക്കും അല്ലെ? എന്തുകൊണ്ടാ? എ കോംപ്ലിമെന്റ് എന്ന് പറയുമ്പം അതിനകത്ത് എക്കകത്തുള്ള എലമെന്റ് ഒന്നും ഉണ്ടാകത്തില്ല. എക്കകത്തുള്ള എലമെന്റ്സ് ഒന്നും വരത്തില്ല എ കോംപ്ലിമെന്റിനകത്ത് അല്ലെ? യൂണിവേഴ്സൽ സെറ്റിനകത്തുള്ള ബാക്കി എലമെന്റ്സ് ആണ് എ കോംപ്ലിമെന്റിനകത്ത് വരിക.
അപ്പൊ അതും എയുടെയും കൂടെ യൂണിയൻ എടുത്ത് നമുക്ക് എന്താ കിട്ടുക? യു തന്നെയല്ലേ കിട്ടുക, അല്ലേ? നമ്മൾ കഴിഞ്ഞ ഒരു സ്ലൈഡില് കാണിച്ചു തരാം. ഇവിടെ നോക്കിയാൽ നമ്മൾ കോംപ്ലിമെന്റ് ഓഫ് സെറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു, അല്ലേ? ഇവിടെ നമ്മൾ യു ഈസ് ഈക്വൽ ടു 1 2 3 4 5 6 7 8 9 എ ഈസ് ഈക്വൽ ടു 1 2 3 4 ആയിരുന്നു. അപ്പൊ നമുക്ക് എ കോംപ്ലിമെന്റ് എടുത്തപ്പോൾ 5 6 7 8 9, അതായത് എക്കകത്തുള്ള എലമെന്റ് യുവിനകത്തുണ്ടെങ്കിൽ അത് വെട്ടിയിട്ട് ബാക്കിയുള്ളതാണ് എ കോംപ്ലിമെന്റ് വരുന്നത്, അല്ലേ? അപ്പൊ നമുക്ക് എ കോംപ്ലിമെന്റ് 5 6 7 8 9 കിട്ടി, അല്ലേ? എ കോംപ്ലിമെന്റ് നമുക്ക് 5 6 7 8 9 കിട്ടി. ഇത് എയുടെയും കൂടെ യൂണിയൻ എടുത്ത് നമുക്ക് എന്താ കിട്ടുക? എ എന്ന് പറഞ്ഞത് 1 2 3 4 ആണ്. അപ്പം എ കോംപ്ലിമെന്റ് യൂണിയൻ എ എടുത്ത് നമുക്ക് എന്ത് തന്നെ കിട്ടും? യു തന്നെ കിട്ടും. ആ വലിയ സെറ്റായ യു തന്നെയാണ് കിട്ടുക. 1 2 3 4 5 6 7 8 9. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ആ പ്രോപ്പർട്ടി നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പൊ കോംപ്ലിമെന്റ് പ്രോപ്പർട്ടി മനസ്സിലായല്ലോ, അല്ലെ? ഇനി നമുക്ക് അടുത്ത പ്രോപ്പർട്ടി പഠിക്കാനുള്ളതാണ് ഐഡം പൊട്ടന്റ് പ്രോപ്പർട്ടി. നമുക്കത് നോക്കാം. അതായത് എ ഇന്റർസെക്ഷൻ എ ഈസ് ഈക്വൽ ടു എ തന്നെ. അതായത് എയുടെ എ എന്ന് പറഞ്ഞ സെറ്റ് 4 6 ആണ്. ഈ എക്കും ബിക്കും കോമൺ ആയിട്ടുള്ള എലമെന്റ് എന്ത് തന്നെയായിരിക്കും? എ തന്നെയായിരിക്കും, അല്ലേ? അതുപോലെ എ യൂണിയൻ എ എടുത്താൽ നമുക്ക് എന്ത് തന്നെ കിട്ടും? എ തന്നെ ആയിരിക്കും കിട്ടുക. ഇനി അടുത്ത നമുക്ക് പഠിക്കാനുള്ളതാണ് ഡി മോർഗൻസ് ലോ. ഡി മോർഗൻസ് ലോ നമുക്ക് എന്താണെന്ന് നോക്കാം. ഡി മോർഗൻസ് ലോ പറയുന്നത് ദാറ്റ് ഫോർ എനി ടു സെറ്റ്സ് എ ആൻഡ് ബി, രണ്ട് സെറ്റ് എയും ബിയും ഉണ്ടെന്ന് വിചാരിക്കുക. വി ഹാവ് a പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എ യൂണിയൻ ബി കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് ആണ്. ആൻഡ് എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് എ കോംപ്ലിമെന്റ് യൂണിയൻ ബി കോംപ്ലിമെന്റ് ആണ്. അപ്പൊ നമുക്കിതൊന്ന് പ്രൂവ് ചെയ്ത് നോക്കാം. ഇപ്പം എ എന്ന് പറയുന്നത് 11 12 13 ആണെന്ന് വിചാരിക്കുക. ബി എന്ന് പറയുന്നത് 11 14 ആണെന്ന് വിചാരിക്കുക. ബിക്കകത്ത് രണ്ട് എലമെന്റ്സേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ എ യൂണിയൻ ബി കോംപ്ലിമെന്റ് എന്ന് പറയുമ്പം ആദ്യം തന്നെ എ യൂണിയൻ ബി എടുക്കണം. ഓക്കെ, എ യൂണിയൻ ബി നമുക്ക് എന്ത് കിട്ടും? 11 12 13 14, അല്ലെ? എ യൂണിയൻ ബി നമുക്ക് 11 12 13 14 കിട്ടി. ഇനി നമ്മുടെ യൂണിവേഴ്സൽ സെറ്റിനകത്തുള്ളത് 11 12 13 14 15 16 17 ആണെന്ന് വിചാരിക്കുക. അപ്പം എ യൂണിയൻ ബിയുടെ കോംപ്ലിമെന്റ് എന്ന് പറയുമ്പോൾ എന്താ വരിക? ഈ എ യൂണിയൻ ബിക്ക് അകത്തുള്ള എലമെന്റ് ഏതെങ്കിലും യുവിനകത്ത് ഉണ്ടെങ്കിൽ അത് കട്ട് ചെയ്യണം. അതായത് 11 12 13 14 നമ്മൾ കട്ട് ചെയ്യും. ബാക്കിയുള്ള 15 16 17 ആണ് എ യൂണിയൻ ബി കോംപ്ലിമെന്റ് എന്ന് പറയുന്നത്. ഇനി ഇതെന്ന് പറയുന്നത് എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റുമായിട്ട് ഈക്വൽ ആണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇനി നമുക്ക് എ കോംപ്ലിമെന്റ് കണ്ടുപിടിച്ച് നോക്കാം. എ കോംപ്ലിമെന്റ് എന്ന് പറയുമ്പോൾ എത്ര കിട്ടുക? 11 12 13 യുവിനകത്ത് കട്ട് ചെയ്യുക. ബാക്കി നമുക്ക് എത്ര കിട്ടും? ഈ മൂന്നെണ്ണത്തിനെ കട്ട് ചെയ്തു, ബാക്കിയുള്ളതിനെ നമ്മൾ എഴുതുക. അപ്പം എ കോംപ്ലിമെന്റ് എന്ന് പറയുമ്പോൾ 14 15 16 17 അതാണ് എ കോംപ്ലിമെന്റ്. ഇനി ബി കോംപ്ലിമെന്റ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക? ബിക്കകത്തുള്ള 11 14 യുവിനകത്ത് കട്ട് ചെയ്യുക. 11 വെട്ടുക, 14 വെട്ടുക, ബാക്കി എല്ലാ എലമെന്റ്സും എഴുതുക. ബാക്കി എലമെന്റ്സ് എന്ന് പറയുമ്പോൾ 12 വരും, 13 വരും, 15 വരും, 16 വരും, 17 വരും, അല്ലെ? ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്, അല്ലെ? എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്. രണ്ടിലും കോമൺ ആയിട്ടുള്ള എലമെന്റ്സ് 15 കോമൺ ആണ്, 16 കോമൺ ആണ്, 17 കോമൺ ആണ്. 14 കോമൺ അല്ല, 12 കോമൺ അല്ല, 13 കോമൺ അല്ല. അപ്പൊ എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് നമുക്ക് എന്താ കിട്ടുക? 15 16 17. ഓക്കെ, അപ്പൊ അത് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നത്. നമ്മൾ ഡിമോർഗൻസ് ലോയും നമ്മൾ പ്രൂവ് ചെയ്തു, അല്ലെ? കറക്റ്റാണ്, നമ്മൾ പ്രൂവ് ചെയ്തു. ഇനി അതിന്റെ തന്നെ വേറൊരു കണ്ടീഷനും കൂടെ ഉണ്ട്, അതും കൂടെ നമുക്ക് നോക്കാം. എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് ഇസ് ഈക്വൽ ടു എ കോംപ്ലിമെന്റ് യൂണിയൻ ബി കോംപ്ലിമെന്റ്. നമുക്ക് ഇതും കൂടെ ഒന്ന് പ്രൂവ് ചെയ്ത് നോക്കാം. എ എന്ന് പറയുന്നത് നമുക്കിപ്പം 4 5 6 എടുക്കാം. ബി എന്ന് പറയുന്നത് 4 8 10 എടുക്കാം. എ ഇന്റർസെക്ഷൻ ബി എന്ത് വരും? എ ഇന്റർസെക്ഷൻ ബി എന്ന് എക്കും ബിക്കും കോമൺ ആയിട്ടുള്ള എലമെന്റ് ഏതാ? എയിലും ബിയിലും നമുക്ക് കോമൺ ആയിട്ടുള്ളത് 4 ആണ്, അല്ലെ? ഇനി എ ഇന്റർസെക്ഷൻ ബിയുടെ കോംപ്ലിമെന്റ് എടുക്കണം, അല്ലെ? കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് നമുക്ക് യൂണിവേഴ്സ് സെറ്റ് വേണം, അല്ലെ? യു എന്ന് പറയുന്നത് നമുക്കിപ്പം 1 2 3 4 5 6 7 8
9 10 ആണെന്ന് വിചാരിക്കുക. എ ഇന്റർസെക്ഷൻ ബിക്കകത്തുള്ള ഏതെങ്കിലും എലമെന്റ്, അതായത് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് 4 ആണ്. ആ 4നെ യുവിനകത്ത് നിന്ന് ക്യാൻസൽ ചെയ്യാം. ബാക്കിയുള്ള എലമെന്റ്സ് ആണ് എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് വരിക അല്ലെ. ബാക്കിയുള്ള എലമെന്റ്സ് എന്ന് പറയുമ്പോൾ ആ 4 ഒഴികെ ബാക്കി എല്ലാ നമ്പേഴ്സും 1 2 3 5 6 7 8 9 10 ഇതാണ് എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് എന്ന് പറയുന്നത്. ഇനി എ കോംപ്ലിമെന്റ് എന്ന് പറയുമ്പോൾ എന്താ കിട്ടുക? എ കോംപ്ലിമെന്റ് എന്ന് പറയുമ്പോൾ എ എന്ന് പറയുന്നത് 4 5 6 ആണ്. 4 5 6 ഒഴികെ ബാക്കിയുള്ള യുയിലെ എലമെന്റ്സ് ആണ് എ കോംപ്ലിമെന്റ് എന്ന് പറയുക. 4 5 6 നമ്മൾ എഴുതാനായിട്ട് പാടില്ല. 4 5 6 നമ്മൾ വിട്ടാം. ബാക്കിയുള്ള എലമെന്റ്സ് ആണ് നമുക്ക് എ കോംപ്ലിമെന്റിനകത്ത് കിട്ടും. 1 2 3 7 8 9 10 അതാണ് എ കോംപ്ലിമെന്റ്. ഇനി ബി കോംപ്ലിമെന്റ് എന്താ വരിക? ബി കോംപ്ലിമെന്റ് എന്ന് പറയുമ്പോൾ ബിക്കകത്തുള്ള 4 8 10 4 8 10 അതിനെ നമ്മൾ മാറ്റണം. അപ്പൊ അത് വായിക്കാം, ക്ലിയർ ആയിട്ട് മനസ്സിലാവും. 4 8 10 ബിക്കകത്തുള്ള എലമെന്റ്സ് ഏതൊക്കെയാണ്? 4 8 10 അതൊഴികെ ബാക്കിയുള്ള എലമെന്റ്സ് എന്ന് പറയുമ്പോൾ 1 2 3 5 6 7 9 ഇത്ര എലമെന്റ്സ്. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? എ കോംപ്ലിമെന്റ് യൂണിയൻ ബി കോംപ്ലിമെന്റ്, അതായത് ഇതിന്റെ രണ്ടിന്റെയും യൂണിയൻ എടുക്കാൻ പോവുകയാണ് അല്ലെ. ഇതിന്റെ രണ്ടിന്റെയും യൂണിയൻ എടുക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? അതിന്റെ യൂണിയൻ നമുക്ക് ഇവിടെ ആയിട്ട് എഴുതാവേ. എ കോംപ്ലിമെന്റ് യൂണിയൻ ബി കോംപ്ലിമെന്റ്, അതായത് എയിലെയും ബിയിലെയും ഉള്ള ഫുൾ എലമെന്റ്സ് ആണ് കേട്ടോ എഴുതേണ്ടത്. എന്ന് പറയുമ്പോൾ 1 2 3 പിന്നെ 7 9 രണ്ടിലും റിപ്പീറ്റ് ആയിട്ട് വരുന്നുണ്ടാവും. നമ്മൾ വീണ്ടും എഴുതേണ്ട കാര്യമില്ല. 1 2 3 7 9 റിപ്പീറ്റഡ് ആണല്ലേ. 1 2 3 1 2 3 7 8 9 നമ്മൾ എഴുതി. പിന്നെ നമുക്ക് ഇവിടെ വരാത്തതായിട്ടുള്ള എലമെന്റ്സ് എന്ന് പറയുന്നത് 5 ഉണ്ട്, ദെൻ 6 എഴുതാനുണ്ട്, 6 ഉണ്ട്, പിന്നെ 10 ഉണ്ട് അല്ലേ. അപ്പൊ 1 2 3 4 5 6 7 8 എലമെന്റ്സ്. ഇവിടെ 1 2 3 4 5 6 7 9 എലമെന്റ്സ് വരുന്നുണ്ട്. 1 നമ്മൾ എഴുതി, 2 എഴുതി, 3 എഴുതി, 7 എഴുതി, 8 എഴുതാൻ പറഞ്ഞു. 8 കൂടെ ഉണ്ട്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? എ യൂണിയൻ എ കോംപ്ലിമെന്റ് യൂണിയൻ ബി കോംപ്ലിമെന്റ് എന്ന് പറയുന്നതും എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് എന്ന് പറയുന്നതും സെയിം ആണ് കിട്ടിയല്ലേ. അതായത് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളൊരു എക്സാമ്പിൾ എടുത്തു. എ ഈസ് ഈക്വൽ ടു 4 5 6 എടുത്തു, ബി ഈസ് ഈക്വൽ ടു 4 8 10 എടുത്തു. അപ്പം ഡിമോർഗൻസ് ലോയ്ക്കകത്ത് ആദ്യം നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത് എ യൂണിയൻ ബി കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് ആണ് പ്രൂവ് ചെയ്യണം. നമ്മൾ ആദ്യമേ പ്രൂവ് ചെയ്തു. ഇപ്പൊ നമ്മൾ പ്രൂവ് ചെയ്തത് എന്താ? എ ഇന്റർസെക്ഷൻ ബി അതിന്റെ കോംപ്ലിമെന്റ്. അതെടുത്തപ്പോ നമുക്ക് എന്ത് കിട്ടി? 1 2 3 5 6 7 8 9 10 കിട്ടി അല്ലെ. 1 2 3 4 ഇല്ല, ബാക്കി എല്ലാ എലമെന്റ്സ്. അതാണ് നമുക്ക് എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് കിട്ടിയത്. പിന്നെ എ കോംപ്ലിമെന്റ് യൂണിയൻ ബി കോംപ്ലിമെന്റ് ഇതൊക്കെ നമുക്ക് അത് തന്നെ കിട്ടിയത്. 1 2 3 7 8 9 5 6 10 മനസ്സിലായില്ലേ? സെയിം തന്നെയാണ്. ഓർഡറിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ മാറ്റി എഴുതുന്നുള്ളൂ, അത് പ്രശ്നമല്ല. സെറ്റ് നമുക്ക് സെയിം ആയിട്ട് തന്നെയാണ് കിട്ടുന്നത്. അപ്പൊ നമ്മൾ പ്രോപ്പർട്ടീസ് ഓഫ് സെറ്റ് ഓരോന്നും നമ്മൾ എടുത്ത് പഠിച്ചപ്പോൾ നിങ്ങൾ ബുക്കിനകത്ത് ഓരോ പ്രോപ്പർട്ടി, കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി എന്താണ്, കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടിയുടെ ആ ഒരു ഫോർമുല അതെന്താണെന്നുള്ളതും അതിന്റെ ഓരോ എക്സാമ്പിൾസ് നിങ്ങൾ സ്റ്റേറ്റ് ചെയ്ത് തന്നെ പഠിക്കണം. ഓക്കെ. അടുത്തത് പാർട്ടീഷൻ ഓഫ് എ സെറ്റ്. പാർട്ടീഷൻ ഓഫ് എ സെറ്റ് സേ എസ് is a collection of n disjoint subsets say p1 p2 etc pn that satisfy the following four conditions. അതായത് ഒരു സെറ്റിന്റെ പാർട്ടീഷൻ എന്ന് പറയുമ്പോൾ അത് 4 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. അതിനകത്ത് എംപ്റ്റി സെറ്റ് വരാൻ പാടില്ല. പിന്നെ നമ്മൾ സെറ്റുകളുടെ പാർട്ടീഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് യൂണിയൻ തന്നെ കിട്ടും. അതായത് ഇപ്പൊ നമ്മളൊരു സെറ്റിന്റെ പാർട്ടീഷൻ എടുത്തു എന്ന് വിചാരിക്കുക, ആ പാർട്ടീഷനുകളുടെ യൂണിയൻ, അതായത് ആ പാർട്ടീഷൻ എന്ന് പറയുമ്പോൾ ഓരോ സെറ്റുകൾ തന്നെ സബ്സെറ്റ് തന്നെയാണ്, അതിന്റെ എല്ലാത്തിന്റെ യൂണിയൻ എടുത്തു കഴിയുമ്പോൾ നമുക്ക് ഒറിജിനൽ സെറ്റ് തന്നെ കിട്ടണം. പിന്നെ ദ ഇന്റർസെക്ഷൻ ഓഫ് എനി ടു ഡിസ്റ്റിൻക്ട് സെറ്റ് ഇസ് എംപ്റ്റി. അതായത് നമുക്ക് അവിടെ ഇന്റർസെക്ഷൻ വരാൻ പാടില്ല. ഒരു സെറ്റ് തമ്മിൽ അവിടെ കോമൺ ആയിട്ടുള്ള എലമെന്റ്സ് വരാൻ പാടില്ല. പിന്നെ എവരി എലമെന്റ് ഓഫ് എസ് ഈസ് എൻ എക്സാക്ട്ലി വൺ എലമെന്റ് ഓഫ് പി. അതായത് നമ്മളിപ്പോ സബ്സെറ്റ് എഴുതുമ്പോൾ ഒരു എലമെന്റ് ഒന്നിൽ കൂടുതൽ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് വരാൻ പാടില്ല. ഓക്കെ. ഇപ്പൊ 4 കണ്ടീഷൻസ് ആണ് ഉള്ളത്. ഒന്ന് എംപ്റ്റി സെറ്റ് വരാൻ പാടില്ല. പിന്നെ നമ്മൾ ഈ സബ്സെറ്റുകളുടെ എല്ലാം യൂണിയൻ എടുത്തു കഴിയുമ്പോൾ നമുക്ക് അത് ഒറിജിനൽ സെറ്റ് തന്നെ കിട്ടണം. സബ്സെറ്റുകൾ തമ്മിൽ കോമൺ എലമെന്റ്സ് വരാൻ പാടില്ല. ഒരു എലമെന്റ് എക്സാക്ട്ലി ഒരു സെറ്റിനകത്ത് മാത്രമേ വരാൻ പാടുള്ളൂ. ഇതാണ് പാർട്ടീഷൻ ഓഫ് എ സെറ്റിന്റെ കണ്ടീഷൻസ് എന്ന് പറയുന്നത്.
ഫോർ എക്സാമ്പിൾ ഇപ്പൊ എസ് എന്ന് പറയുന്ന ഒരു സെറ്റ് ഇവിടെ കൊടുത്തിരിക്കുന്നത് നോക്കിയേ, ABCDEFGH ആണ് എസ് എന്ന് പറയുന്ന സെറ്റിനകത്തുള്ള എലമെന്റ്സ് എന്ന് വിചാരിക്കാം. ഇതിന്റെ പാർട്ടിഷൻ നമ്മൾ എങ്ങനെ ചെയ്യേണ്ടത്? ഈ പാർട്ടിഷൻ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ ഈ 4 കണ്ടീഷൻസും ഉണ്ടായിരിക്കണം. ഓക്കെ, നമുക്ക് നോക്കി ഇവിടെ നോക്കി, നമുക്ക് 2 രീതിയിൽ ഇതിനെ പാർട്ടിഷൻ ചെയ്യാം. ഒന്ന് നമുക്ക് സെറ്റ് എ, പിന്നെ നമുക്ക് BCD ഒരു വേറെ സെറ്റ് ആയിട്ട് എടുക്കാം, ദെൻ EFGH ഇങ്ങനെ എടുക്കാം. ഇതിന്റെ യൂണിയൻ എടുത്താൽ നമുക്ക് എന്ത് തന്നെ കിട്ടുക? ABCDEFGH തന്നെയല്ലേ കിട്ടുക? നമുക്ക് ഇങ്ങനെ തന്നെ എടുക്കണം എന്നില്ല, AB എടുക്കാം, CD എടുക്കാം, ദെൻ EFGH എടുക്കാം. എങ്ങനെ വേണേലും നിങ്ങൾക്ക് എടുക്കാം. പക്ഷെ ഇതിനകത്ത് നമുക്ക് ഈ 4 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. അതായത് ഇതിന്റെ തമ്മിൽ കോമൺ എലമെന്റ്സ് വരാൻ പാടില്ല. ഇപ്പൊ എ ആണെങ്കിൽ എ എന്ന് പറഞ്ഞ എലമെന്റ് ഒറ്റ സെറ്റിനകത്തേ വരാൻ പാടുള്ളൂ. ഈ സെറ്റല്ലാതെ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും സെറ്റിനകത്ത് എനെ കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല. അതുപോലെ ഈ സെറ്റും തമ്മിൽ എന്തെങ്കിലും കോമൺ എലമെന്റ്സ് ഉണ്ടോ? ഇല്ല. ഈ സെറ്റും തമ്മിൽ എന്തെങ്കിലും കോമൺ എലമെന്റ്സ് ഉണ്ടോ? ഇല്ല. അങ്ങനെ ഈ കണ്ടീഷൻസ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്തെങ്കിൽ നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണേലും സബ്സെറ്റ്സിനെ നിങ്ങൾക്ക് ഫോം ചെയ്യാവുന്നതാണ്. ഞാൻ എന്റേതായ രീതിക്ക് 2 സബ്സെറ്റ്സിനെ ഇവിടെ 2 പാർട്ടിഷൻ ചെയ്തു എന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ നമുക്ക് ഇതിന്റെ യൂണിയൻ എടുക്കുമ്പോൾ എന്ത് ഒറിജിനൽ സെറ്റ് തന്നെ കിട്ടണം. അതായത് ഇപ്പം ഇത് യൂണിയൻ എടുക്കുന്ന വെച്ചാൽ ഇപ്പൊ ABCDEFGH കിട്ടും. ഇനി ഇപ്പൊ AB ഇത് യൂണിയൻ എടുത്താൽ നമുക്ക് എന്ത് തന്നെ കിട്ടുക? ഒറിജിനൽ സെറ്റ് തന്നെയാണ് കിട്ടുക. അപ്പൊ പാർട്ടീഷൻ സെറ്റ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതിന്റെ നിങ്ങൾ എക്സാമ്പിൾസ് ചെയ്ത് നോക്കണം. അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ നമ്മൾ സെറ്റ്സ് എന്ന യൂണിറ്റ് ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്തു. ആദ്യ സെക്ഷനകത്ത് നമ്മൾ സെറ്റിന്റെ ഡെഫിനിഷനും പിന്നെ സബ് സെറ്റ്, സൂപ്പർ സെറ്റ്, പവർ സെറ്റ്, അങ്ങനെ കുറെ കാര്യങ്ങൾ പഠിച്ചു. സെക്കൻഡ് ക്ലാസ്സിൽ നമ്മൾ മെയിൻ ആയിട്ട് ഓപ്പറേഷൻ ഓൺ സെറ്റ്സ് ആണ് പഠിച്ചത് അല്ലെ. ഇന്റർസെക്ഷൻ, യൂണിയൻ, ഡിഫറൻസ്, പിന്നെ കോംപ്ലിമെന്റ്, ഇപ്പൊ നമ്മൾ പാർട്ടീഷൻ ഓഫ് സെറ്റ് പഠിച്ചു, പ്രോപ്പർട്ടീസ് ഓഫ് സെറ്റ് പഠിച്ചു. അത്യാവശ്യം കുറച്ചധികം കാര്യങ്ങൾ നമുക്ക് അതിനകത്ത് പഠിക്കാനാണ്. പക്ഷെ പഠിക്കാനുള്ള കാര്യങ്ങളെല്ലാം വളരെ സിമ്പിൾ ആണ്. അപ്പൊ അത് നിങ്ങൾ നോട്ടിനകത്ത് കറക്റ്റ് ആയിട്ട് കാര്യങ്ങളെല്ലാം എഴുതിയിട്ട് വിത്ത് എക്സാമ്പിൾസ് തന്നെ പഠിക്കണം കേട്ടോ. പിന്നെ പ്രോപ്പർട്ടീസ് ഓഫ് സെറ്റ്സിന്റെ ഒക്കെ ഓരോത്തിന്റെ നിങ്ങളിപ്പം ഓരോ പ്രോപ്പർട്ടിയും എന്താണെന്ന് വേർഡ്സിലും എഴുതാൻ പഠിക്കണം. ഞാനത് എക്സാമ്പിൾ ആ പ്രോപ്പർട്ടി എങ്ങനെ സ്റ്റേറ്റ് ചെയ്യണമെന്നും അതിന്റെ എക്സാമ്പിൾസും ആണ് ഇപ്പൊ ഈ ക്ലാസ്സിൽ എടുത്തിരിക്കുന്നത്. പ്രോപ്പർട്ടി അതിന്റെ സെന്റൻസ് നിങ്ങൾക്ക് ജസ്റ്റ് സിമ്പിൾ ആയിട്ട് അതിനെ എങ്ങനെ ഒരു സെന്റൻസിലും കൂടി എഴുതണം നിങ്ങൾ മനസ്സിലാക്കി പഠിച്ചിരിക്കേണ്ടതാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കും കൂടെ നിങ്ങൾ ഒപ്പം വെച്ചിട്ട് വേണം ഈ ക്ലാസ് കേട്ട് പഠിക്കാനായിട്ട്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മെന്റർ വഴി എന്നെ കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഞാൻ ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്ത് തരുന്നതാണ്. പിന്നെ എന്റെ ക്ലാസ്സിൽ എന്തെങ്കിലും പോരായ്ക ഉണ്ടെങ്കിൽ അത് പറയണം. ഞാൻ മാറ്റം വരുത്തിയിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ നിങ്ങളെ പഠിപ്പിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി നെക്സ്റ്റ് ചാപ്റ്ററിന്റെ ക്ലാസ്സിൽ കാണാം. ബൈ.